ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒട്ടുമിക്ക മലയാളികൾക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. മിക്കവരും ചായക്കടകളിലായിരിക്കും ഇത് കൂടുതൽ കണ്ടിരിക്കുന്നത്, പക്ഷേ ഒരുപാട് വീടുകളിലും ഇതുണ്ടാക്കിയിട്ടുണ്ട്. വെട്ടുകേക്ക്, പൂ കേക്ക് എന്നും പറയും ചില നാടുകളിൽ. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള വെട്ടുകേക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. വെട്ടുകേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 കപ്പ് ലെവലായിട്ട് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/3 ടീസ്പൂൺ ഉപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരുപോലെ എല്ലായിടത്തും ആകാനായിട്ട് നമുക്ക് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഏലക്കായുടെ പൊടിയുള്ളത് കൊണ്ട് ചിലപ്പം നമ്മൾ അരിപ്പയിൽ അരിച്ചാലും അത് ഒരുപാട് തരിയായിട്ട് മാറിക്കിടക്കും. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ വിസ്ക് ഇട്ട് എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചാൽ മതി. അല്ല, വിസ്ക് ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി എല്ലാം ഒരുപോലെ ആക്കിയാൽ മതി. ഇപ്പോൾ വെട്ടുകേക്കിന് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാമേ. 1.5 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. 1.25 കപ്പിനും 1.5 കപ്പിനും ഇടയ്ക്ക് പഞ്ചസാര വേണം. അത് നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിഞ്ഞിട്ടേ നമ്മൾ ഇതിലേക്ക് ചേർക്കാവുള്ളൂ, മുട്ടയിലേക്ക്. വെട്ടുകേക്കിന് ആവശ്യമുള്ളത് 3 മുട്ടയാണ്. സാധാരണ വലിപ്പമുള്ള 3 മുട്ട. മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകിൽ ഫോർക്കിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വിസ്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഒരുപാടങ്ങ് ബീറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. പക്ഷേ ഞാൻ എളുപ്പത്തിന് എഗ് ബീറ്റർ യൂസ് ചെയ്തതുകൊണ്ട് ഇത് കുറച്ച് കൂടുതലൊന്ന് ഫ്ലഫി ആയിപ്പോയി. അപ്പം അതിൻ്റെ അളവിന് ഈ 3 കപ്പ് മൈദ അല്ലാതെ കുറച്ചുകൂടെ എക്സ്ട്രാ ചേർക്കേണ്ടി വന്നു. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാമേ. കൂടുതൽ മൈദ ചേർക്കുമ്പോൾ ഞാൻ എത്ര ചേർത്തു എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം ഞാൻ ആ പഞ്ചസാര പൊടിച്ചതിൻ്റെ ചൂടെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും കുറേശ്ശെയായിട്ട് ഈ മുട്ടയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. കേക്കിന് ബീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ. പക്ഷേ അത് അത്രയും പതയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അത്രയും ബീറ്റ് ചെയ്യേണ്ട ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് 3 കപ്പ് മൈദ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ കൂടുതൽ ഫ്ലഫി ആയി പോയതുകൊണ്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഒരുപാടങ്ങ് ബീറ്റ് ചെയ്തില്ല. എന്നാലും എഗ് ബീറ്റർ കൊണ്ട് ഇതുപോലെ ബീറ്റ് ചെയ്യുമ്പോഴേക്ക് പെട്ടെന്ന് ഫ്ലഫി ആയി പോകും. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർക്കാം. ഇപ്പം ഞാൻ കേക്കിൻ്റെ ഉപയോഗിച്ചിരുന്ന ജെൽ കളർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ലെമൺ എല്ലോയുടെ ജെൽ കളർ ഒരു ഡ്രോപ്പ് ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ചു. ഈ കളർ നിർബന്ധമേ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ കളർ ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിലും നാച്ചുറലായിട്ടുള്ള നാടൻ കോഴിമുട്ട കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആവശ്യത്തിന് കളർ ഉണ്ടാവും. കളറൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. പഞ്ചസാരയും മുട്ടയും കൂടെ മിക്സ് ചെയ്ത ആ ഒരു കൂട്ടിലേക്ക് നമ്മൾ കളർ ചേർത്തല്ലോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആ സ്പാച്ചുല കൊണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക, എല്ലായിടത്തും ഒരുപോലെ കളറാവുന്ന രീതിയിൽ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇതിന് വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വറക്കുന്നതും കുഴയ്ക്കുന്നതും സൺഫ്ലവർ ഓയിലിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കുകയല്ലേ, വെള്ളം ഒഴിച്ചിട്ട് പുട്ടിന് പൊടി നനയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ കുറച്ച് ചെറുതായിട്ട് ഒരു സൈഡിൽ നിന്ന് പെതുക്കെ ഈ എണ്ണ കൊണ്ട് തന്നെ നമ്മൾ ഈ പൊടി നനച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ചെയ്യാവുന്നത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേശ്ശെയായിട്ട് മുട്ടയുടെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ കുഴച്ചെടുക്കണം. മുട്ടയുടെ അളവ് 3 ഞാൻ പറഞ്ഞെന്നുണ്ടെങ്കിലും അത് മുഴുവനും കൂടെ നിങ്ങൾ അത് അടിച്ച് യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ആദ്യമേ അങ്ങ് ചേർക്കരുത് കേട്ടോ. പകുതി ആദ്യം ചേർക്കുക, എന്നിട്ട് ബാക്കി കൂട്ട് മാറ്റി വെച്ചിരുന്നാൽ മതി. ചിലപ്പോൾ നമുക്ക് അത് മുഴുവൻ ആവശ്യം വരില്ല. കാരണം നമുക്ക് മുട്ടയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് കുറച്ച് വ്യത്യാസം വരുമല്ലോ. നമ്മൾ ഫോർക്കിട്ടായാലും വിസ്കിട്ടായാലും എഗ് ബീറ്റർ ഇട്ടിട്ടായാലും നമ്മൾ എന്തുമാത്രം അത് അടിച്ച് ഫ്ലഫി ആക്കുന്നു അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ആ ഒരു മുട്ടയുടെ ആ കൂട്ടിൻ്റെ അയവ്. ഇത് ഇച്ചിരി കുഴച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. കയ്യിലൊക്കെ വല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇടയ്ക്കിടയ്ക്കൊന്ന് കൈ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വീണ്ടും നമ്മൾ കുഴയ്ക്കുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ വല്ലാതെ ഒട്ടിപ്പിടിക്കുമേ. ആ വല്ലാതെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ട് കുഴച്ചെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അതിനേക്കാട്ടിൽ കുറച്ചൊരു എളുപ്പം ഇടയ്ക്കൊന്ന് കൈ നന്നായിട്ട് കഴുകി നന്നായിട്ട് തുടച്ച് ഒന്ന് കൈ ഉണക്കിയിട്ട് വീണ്ടും കുഴയ്ക്കുന്നതാണ് നല്ലത്. വെട്ടുകേക്കിന് വേണ്ടിയുള്ള നമ്മുടെ മാവ് കുഴയ്ക്കൽ ഏതാണ്ടൊരു പാതി വഴിയേ ആയിട്ടുള്ളേ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എഗ് ബീറ്റർ ഇട്ട് നമ്മൾ ആ മുട്ട പതച്ചത് കൊണ്ട് കുറച്ച് അയവ് കൂടിയത് കൊണ്ട് ഒരു 1/4 കപ്പ് മൈദ ഞാൻ എടുത്തു. 1/4 കപ്പ് മൈദ എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ ആണേ.
പക്ഷേ ഞാൻ അത് മുഴുവൻ ഇട്ട് കൊടുത്തില്ല. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പരുവത്തിനുള്ള ആ ഒരു അയവിൽ നമുക്ക് കിട്ടി. എന്നാലും ചെറിയ ഒരു ഒട്ടൽ കാണും, അത് കുഴപ്പമില്ല. അത് നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് കുഴച്ചിട്ട് പുറത്തുനിന്ന് എണ്ണ തടവിയിട്ട് നമ്മളൊരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ കുഴച്ചെടുക്കുന്ന ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ദേ അതിൻ്റെ പുറത്ത് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് അരമണിക്കൂർ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണേ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാവ് പുറത്തെടുത്തിട്ട് 2 പാർട്ടങ്ങ് ആക്കുക. ഇപ്പം കണ്ടല്ലോ നല്ല മയമായിട്ട് നമ്മൾ ആ ഒരു വിരൽ കൊണ്ട് മുകളിലൊന്ന് തൊടുമ്പോഴത്തേക്ക് അങ്ങ് സോഫ്റ്റായിട്ട് താന്നു പോകുന്നുണ്ട്. നമുക്ക് ഇത് ഒന്നായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എന്നാലും കുറച്ചുകൂടി നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് ഈ ഒരു 3 കപ്പിൻ്റെ അളവിനുണ്ടാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതങ്ങ് 2 ആക്കുക. 2 ആക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഷേപ്പൊക്കെ കിട്ടാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇത് ഒരുപാടങ്ങ് ബലം കൊടുത്ത് നമ്മളങ്ങ് ഇതുപോലെ നീട്ടാൻ നിൽക്കില്ലേ, പെട്ടെന്ന് അതങ്ങ് സോഫ്റ്റായിട്ട് അങ്ങ് വല്ലാതെ അങ്ങ് നീണ്ടുപോകും. അപ്പോൾ പിന്നെ ആദ്യം മുതൽ വീണ്ടും നമ്മൾ കുഴയ്ക്കണം. അതിനെക്കാട്ടിൽ ഒരുപാടങ്ങ് ബലം കൊടുക്കാതെ നിങ്ങൾക്ക് സൗകര്യം 2 കൈ കൊണ്ടാണെങ്കിൽ 2 കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഉരുട്ടുക. അല്ലെന്നുണ്ടെങ്കിൽ 1 കൈ കൊണ്ട്, പക്ഷേ എല്ലായിടത്തും ഒരേ വലിപ്പമായിരിക്കണം. ഏറ്റവും അവസാനം ചെയ്യാനുള്ളത് ഒരേ വലിപ്പമായി എന്ന് ഉറപ്പായി കഴിയുമ്പോൾ ആ 2 സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം, ആ റോളിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ തന്നെ പെതുക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഏതാണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട്. അത് മീഡിയം സൈസിൽ മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അത് തന്നെയല്ല, ആ വെട്ടുകേക്കിൻ്റെ നടുഭാഗം വേവാനും ഒരിച്ചിരി താമസമായിരിക്കുമേ. ഇത് ഒരു മീഡിയം സൈസിൽ ഇപ്പം നമ്മൾ അതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ആ ഫുള്ളായിട്ട് കുഴച്ചിരിക്കുന്ന ആ റോളിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മുറിച്ച് മാറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഈക്വൽ പാർട്സ് ആക്കിയിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു 2 സൈഡും വേറെ ഷേപ്പിലായിപ്പോൾ. അപ്പം നമ്മൾ പിന്നെ ചെയ്യാനുള്ളത് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് എടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി കൂടുതലും കുറച്ചുകൂടെ താഴെ അതൊന്ന് മുറിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒന്ന് മുറിക്കുക, ഒരു പ്ലസ് ഇടുന്നത് പോലെ. അതപ്പം നമ്മുടെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് വെന്ത് വരുമ്പോഴേക്കും അതിങ്ങനെ വിടർന്നു വരും. അപ്പോൾ ഒരു പൂ പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ വരഞ്ഞു കൊടുത്താൽ അത് വേറൊരു ഡിസൈൻ ആകും. അത് തന്നെയല്ല, ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു 2 വരെയും കൂടെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൂ പോലെ ഇരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. പറഞ്ഞല്ലോ നിങ്ങളോട് സൺഫ്ലവർ ഓയിലാണ് ഇതിന് നല്ലതെന്ന്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുക്കുമ്പോൾ ഈ വെട്ടുകൈക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ വലിയ തീയാകാനും പാടില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമേ കാണാവുള്ളൂ. മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്ക് നമ്മൾ മാറി മാറി ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അകമൊന്നും വേവത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾ ചൂടിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് വറുത്തെടുത്തതാണ് ഈ കാണിക്കുന്നത്. അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ചെയ്ത് എണ്ണയിൽ കിടക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അളവുകൾ തെറ്റാതെ നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ഈ ചാനലും റെസിപ്പിയും ഒക്കെ ഇപ്പം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എൻ്റെ ബാക്കിയുള്ള റെസിപ്പികളും എൻ്റെ ചാനലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണേ. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടാതിരിക്കത്തില്ല. അപ്പം നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്